Dear students, I am Suresh. I belong to Machad. കഴിഞ്ഞ 26 വർഷമായി സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ്. IT ക്യാമ്പസ് കൂരാച്ചുണ്ടിന് വേണ്ടി 5 വർഷമായി ജോലി ചെയ്തു വരുന്നു. ഞാനിവിടെ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ടെൻസ് ആണ്. കാരണം ഇന്ന് നമുക്ക് അറിയാം പല കുട്ടികൾക്കും ഗ്രാമർ ഇംഗ്ലീഷിലെ അടിസ്ഥാന കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് സ്വന്തമായി ഇംഗ്ലീഷ് എഴുതാനോ അല്ലെങ്കിൽ എഡിറ്റിംഗ് തുടങ്ങിയ ഗ്രാമർ ഭാഗം വരുന്ന സമയത്ത് അത് ചെയ്യാനോ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ആ ക്ലാസ്സിലോട്ട് ശ്രദ്ധിക്കുക. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. The simple present tense is used to express a habitual, permanent or repeated action. നമുക്ക് ഇങ്ങോട്ട് നോക്കാം. Simple present tense ൽ subject plus do or does plus verb plus object. Subject plus do or does plus verb plus object. നോക്കൂ ഇവിടെ ഈ do, I, we, you, they any plural subject കൂടെയാണ് do ഉപയോഗിക്കുന്നത്. do is equal to v1. നോക്കൂ I, we, you, they any plural subject do is equal to v1. First person I, we, you, they any plural subject children, boys, girls തുടങ്ങിയ plural subjectനോട് കൂടെ do ആണ് ഉപയോഗിക്കുക. do is equal to v1. he, she, it any singular subject ഏകവചന സബ്ജക്റ്റിന്റെ കൂടെ does ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കുക, he, she, it any singular സബ്ജക്റ്റിന്റെ കൂടെ does ഉപയോഗിക്കുന്നു. അതായത് സബ്ജക്റ്റ് ഏകവചനമാണോ, സബ്ജക്റ്റ് സിംഗുലർ ആണോ, വെർബും സിംഗുലർ ആയിരിക്കണം. വെർബിനെ സിംഗുലർ ആക്കാൻ വെർബിന്റെ കൂടെ യെസോ, ഇയെസോ, ഐയെസോ ചേർത്താൽ മതി. അണ്ടർസ്റ്റാൻഡ്? സബ്ജക്റ്റ് ഏകവചനമാകുമ്പോൾ വെർബും ഏകവചനമാവണം. വെർബിനെ ഏകവചനമാക്കാൻ വെർബിന്റെ കൂടെ യെസ്, ഇയെസ്, ഐഇഎസ് എന്നിവയിൽ ഉചിതമായത് ചേർക്കുക. എക്സാമ്പിൾ, he plays. സബ്ജക്റ്റ് ഏകവചനമാണ്. ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് ഏകവചനമാണ്. ഡസ് ചേർക്കണം. ഡസ് ചേർക്കുക എന്ന് പറഞ്ഞാൽ വെർബിന്റെ കൂടെ യെസ് അല്ലെങ്കിൽ ഇഎസ് അല്ലെങ്കിൽ ഐഇഎസ് എന്നിവയിൽ ഉചിതമായത് ചേർക്കുക. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. She writes. She writes. സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് വെർബും സിംഗുലർ ആവണം. വെർബിനെ സിംഗുലർ ആക്കാൻ വെർബിന്റെ കൂടെ യെസോ, ഇയെസോ, ഐഎസോ ചേർക്കുക. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഡസ് ചേർക്കേണ്ടത്. ഡസ് ചേർക്കേണ്ടത് വാക്യം നെഗറ്റീവ് ആക്കുമ്പോഴാണ്. വാക്യം നെഗറ്റീവ് ആക്കുമ്പോൾ മാത്രമേ ഡസ് ചേർക്കേണ്ടതുള്ളൂ. He doesn't write. അവൻ എഴുതുന്നില്ല. he doesn't write. വാക്യം നെഗറ്റീവ് ആക്കുമ്പോൾ മാത്രമേ ഡസ് ചേർക്കേണ്ടതുള്ളൂ. രണ്ടാമതായിട്ട് നമ്മൾ ഇനി ശ്രദ്ധിക്കുന്നത് സബ്ജക്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ I, we, you, they any plural subject. any plural subject ഏത് എങ്കിലും ബഹുവചന സബ്ജക്റ്റ് ആണോ വരുന്നതെങ്കിൽ do ആണ് ചേർക്കേണ്ടത്. do is equal to v1. എക്സാമ്പിൾ, I eat. ഞാൻ തിന്നുന്നു. we play. കണ്ടോ നിങ്ങൾ, സബ്ജക്റ്റ് ബഹുവചനമാകുന്ന സമയത്ത് വെർബും ബഹുവചനമാവണം. വെർബിനെ ബഹുവചനമാക്കാൻ വെർബിന്റെ ഒന്നാമത്തെ രൂപം എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഡു ചേർക്കേണ്ടതിൽ വാക്യം നെഗറ്റീവ് ആക്കുമ്പോൾ മാത്രമേ ഡു ചേർക്കേണ്ടതുള്ളൂ. വി ഡോണ്ട് പ്ലേ. വി ഡോണ്ട് പ്ലേ. അല്ലെങ്കിൽ ഐ ഡോണ്ട് ഈറ്റ്. ഐ ഡോണ്ട് ഈറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, I, we, you, they any plural subject do ആണ് ചേർക്കുക. do is equal to v1. അതായത് we
നെഗറ്റീവ് ആക്കുമ്പോ we don't eat, you drink, you don't drink, they play, they don't play. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വാക്യം നെഗറ്റീവ് ആക്കുമ്പോൾ മാത്രമേ ഓക്സിലറി ചേർക്കേണ്ടതുള്ളൂ. ഇനി നമുക്ക് നോക്കാം സിമ്പിൾ പ്രസന്റ് ടെൻസ് എവിടെയെല്ലാമാണ് ഉപയോഗിക്കുക എന്ന്. The simple present tense is used to express habitual, permanent or repeated action. ഒരു ഹാബിച്വൽ ആയിട്ടുള്ള, ഒരു പെർമനന്റ് ആയിട്ടുള്ള, ഒരു ആവർത്തിച്ചുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, I go to school every day. I go to school every day. I go to school every day. I എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ വിഭാഗത്തിൽ പെടുമ്പോൾ ഇവിടെ ഗോ ആണ് ചേർക്കുന്നത്, V1 ആണ് ചേർക്കുക. ഞാൻ നേരെ സൂചിപ്പിച്ചു, ഐന്റെ കൂടെ, ബിന്റെ കൂടെ, യുവിന്റെ കൂടെ, ദേന്റെ കൂടെ, എനി പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഡു, ഫോം എന്ന് പറഞ്ഞ വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ് ചേർക്കേണ്ടത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഹാബിച്വൽ, പെർമനന്റ് ഓർ റിപ്പീറ്റഡ് ആക്ഷൻ. അതായത് എക്സാമ്പിൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു, ടു ഗോ ടു സ്കൂൾ എവരി ഡേ. അപ്പൊ രണ്ടാമത്തത് നമുക്ക് നോക്കാം, സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ടു എക്സ്പ്രസ് എ ഫാക്ട് ഓർ സംതിങ് ഈസ് ട്രൂ അറ്റ് പ്രസന്റ്. ടു എക്സ്പ്രസ് എ ഫാക്ട് ഓർ സംതിങ് ഈസ് ട്രൂ അറ്റ് പ്രസന്റ്. എക്സാമ്പിൾ, ഹി വർക്ക്സ് ഇൻ ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. എക്സാമ്പിൾ എന്താണ്? ഹി വർക്ക്സ് ഇൻ ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. He works. കണ്ടോ, he എന്ന് പറയുന്ന സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് വർക്ക് പ്ലസ് ദസ് വർക്ക്സ്. സബ്ജക്ട് സിംഗുലർ ആവുമ്പോൾ വെർബും സിംഗുലർ ആവണം. വെർബിനെ സിംഗുലർ ആക്കാൻ വെർബിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു എസ്ഒ, ഇഎസ്ഒ, ഐഎസ്ഒ ചേർക്കണം. പിന്നീട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ടു ഡിനോട്ട് വാട്ട് ഈസ് ഓൾവേസ് ട്രൂ. ടു ഡിനോട്ട് വാട്ട് ഈസ് ഓൾവേസ് ട്രൂ. ഒരു ജനറൽ ട്രൂത്തിനെ കാണിക്കാൻ വേണ്ടിയാണ്. ഒരു ജനറൽ ട്രൂത്ത്, ഒരു ജനറൽ ട്രൂത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. The sun rises in the east. Example, the sun rises in the east. The sun rises in the east. ഇതൊരു ജനറൽ ട്രൂത്ത് ആണ്. അപ്പോൾ നമുക്കറിയാം, to denote what is always true, that is known as general truth. The sun rises in the east. പിന്നീട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുകയാണ് സമീപഭാവിയിൽ തീർച്ചയായും സംഭവിക്കുന്ന കാര്യങ്ങൾ. സമീപഭാവിയിൽ തീർച്ചയായും സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുവാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, he goes to Wonderland tomorrow. He goes to Wonderland tomorrow. സമീപഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് എന്ത് പറയാറുണ്ട്? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായ നിലയെ സൂചിപ്പിക്കാൻ ടു എക്സ്പ്രസ് പെർമനന്റ് ഓർ സിറ്റുവേഷൻ. ടു എക്സ്പ്രസ് പെർമനന്റ് സിറ്റുവേഷൻ, സ്ഥിരമായ നിലയെ കാണിക്കുവാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. കാവാലം സ്റ്റാൻഡ്സ് ഓൺ ദി പമ്പ. എക്സാമ്പിൾ, കാവാലം സ്റ്റാൻഡ്സ് ഓൺ ദി പമ്പ. അത് സ്ഥിരമായിട്ടുള്ള ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കേണ്ടത് forms of the verb to be. Forms of the verb to be are, is, are എന്നിവയാണ്. അതല്ല സ്റ്റുഡന്റ്സ്, to be എന്ന ക്രിയയുടെ സിമ്പിൾ പ്രസന്റ് ഫോം ഏതാണ്? are, is, are. are, is, are. to be എന്ന ക്രിയയുടെ സിമ്പിൾ പ്രസന്റ് ഫോം ആണ് are, is, are. Forms of the verb to be are, is, are എന്നാണ്. ഇവിടെ നമുക്ക് ഐന്റെ കൂടെ മാത്രമാണ് am ഉപയോഗിക്കുക. ഐന്റെ കൂടെ മാത്രമാണ് am ഉപയോഗിക്കുക. അതുപോലെ തന്നെ is, he, she, it, any സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ്, any സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഏത് ഉപയോഗിക്കുക? is ഉപയോഗിക്കുക. to be എന്ന ക്രിയയുടെ സിമ്പിൾ പ്രസന്റ് ഫോം ആണ് is. he, she, it, any സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ is ഉപയോഗിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, are എവിടെയാണ് ഉപയോഗിക്കുക എന്ന്. നമുക്ക് നോക്കാം. we, you, they, any plural subject, any plural subject.
എനി പ്ലൂറൽ സബ്ജക്റ്റ് ആർ ഉപയോഗിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഐന്റെ കൂടെയാണ് ആം ഉപയോഗിക്കുക. ഐ ആം സുരേഷ്, ആം ഐ എ ടീച്ചർ, ഐ ആം ടീച്ചർ. ഐന്റെ കൂടെ മാത്രമേ ആം ഉപയോഗിക്കുകയുള്ളൂ. എങ്കിൽ ഈസ് ഉപയോഗിക്കുന്നത് ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, ബോയ് ഈസ്, ഗേൾ ഈസ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കുന്നു. എങ്കിൽ we are, you are, they are, girls are, boys are, cows are, cats are. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ are ആണ് ഉപയോഗിക്കുക. ഇനി ഈ പറഞ്ഞിരിക്കുന്ന നിയമങ്ങള് ലോസ് കണ്ടിരിക്കാം. ഏതെല്ലാം ടൈം വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം ടൈം വേർഡ്സ് കണ്ടാലാണ് ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലാവുക. ഒരു വാക്യത്തില് ഏതെല്ലാം ടൈം വേർഡ്സ് കണ്ടാലാണ് അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലാവുക. നമുക്ക് നോക്കാം. യൂഷ്വലി, ഓൾവേസ്, ഒക്കേഷണലി, ഫ്രീക്വന്റ്ലി, സംടൈംസ്, എവരി ഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ, ഡെയിലി. ഇങ്ങനെയുള്ള ടൈം വേർഡ്സ് കണ്ടാൽ സെൽഡം, ഒക്കേഷണലി, ഫ്രീക്വന്റ്ലി, ഓഫൺ, എവരി ഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ, twice a week, twice a month, etc. ഇങ്ങനെയുള്ള ടൈം വേർഡ്സ് കണ്ടാൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് പോകാം. She always ശ്രദ്ധിക്കുക, she always dash arrival, ബ്രേക്കറ്റിൽ arrival at work early, at work early. ശ്രദ്ധിക്കുക, she always dash arrive at work early എന്നാണ്. ഈ സെന്റൻസ് നാം പരിശോധിക്കുമ്പോൾ 10ാം ക്ലാസ്സുകാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എഡിറ്റിംഗില് 12 ടെൻസും എഡിറ്റിംഗിന് വരാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും ആദ്യത്തെ 8 ടെൻസിന് വളരെ വലിയ പ്രാധാന്യം കൊടുക്കണം. She always dash arrive at work early. അതില് നമുക്ക് നോക്കാം, always, occasionally, frequently, sometimes, every day, every week, every month, every year, often. ഇങ്ങനെയുള്ള ടൈം വേർഡ്സ് എല്ലാം ഒരു വാക്കിൽ ഏതെങ്കിലും ഒരു ടൈം വേർഡ്സ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ടൈം വേർഡ്സ് വാക്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു, the simple present tense is used to express a habitual, permanent or repeated action, to express a fact or something is true at the present, to denote what is always true, general truth. Example, സമീപ ഭാവിയിൽ തീർച്ചയായും സംഭവിക്കുന്ന കാര്യങ്ങൾ, to express permanent situations. ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടൈം വേർഡ്സ് നോക്കിയാൽ മതി. ഏതെല്ലാം? ഓഫൺ, അതുപോലെ തന്നെ ജനറലി, ഓൾവേസ്, ഒക്കേഷണലി, ഫ്രീക്വന്റ്ലി, സെൽഡം, എക്സെട്ര. ഇങ്ങനെയുള്ള എന്താണ് ടൈം വേർഡ്സ് ഉണ്ടോ നോക്കുക. ഇവിടെ ഒരു ചോദ്യം വന്നിരിക്കുന്നു, ഷീ ഓൾവേസ് ഡാഷ് അറൈവ് അറ്റ് വർക്ക് ഏർലി. ഇത് ഏതാണ് ടെൻസ്? നമ്മൾ ഇപ്പോൾ ഒരു ടെൻസിനെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ, സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഷീ ഓൾവേസ്, ഓൾവേസ് എന്ന് വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന്. ഇനി നാം പരിശോധിക്കേണ്ടത് തന്നിരിക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ എന്നുള്ളതാണ്. തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വെർബും സിംഗുലർ ആകണം. ഓൾവേസ് വന്നതിനെ കൊണ്ട് നാം പറയുന്നു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന്. അങ്ങനെ ആവുമ്പോൾ തന്നിരിക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്. സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു വെർബും സിംഗുലർ ആവണം. വെർബിനെ സിംഗുലർ ആക്കാൻ വെർബിന്റെ കൂടെ യെസ്, ഇഎസ്, ഐഎസ് ചേർക്കണം. അപ്പോൾ ഇവിടെ അറൈവ് എന്നുള്ളത് ആൻസർ എന്തായിരിക്കും? അറൈവ്സ് എന്നായിരിക്കും. കണ്ടോ, സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ വെർബും സിംഗുലർ ആയി വെർബിനെ സിംഗുലർ ആക്കാൻ വെർബിന്റെ കൂടെ യെസ്സോ, ഇഎസ്സോ, ഐഎസ്സോ ചേർത്ത് ആൻസർ അറൈവ്സ്. അപ്പൊ ഓൾവേസ് ഒരു വാക്യത്തിലെ ടൈം വേർഡ്സ് വരുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കണം. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. I usually നേടിയിട്ട് dash ബ്രാക്കറ്റിൽ goes to school by car, to school
car. ശ്രദ്ധിക്കുക, I usually dash goes to school by car. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഏതാണ് ടെൻസ്? ഇപ്പം നിങ്ങൾക്ക് വളരെ മനസ്സിലാവും ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന്. കാരണം നമ്മൾ മറ്റ് 11 ടെൻസിലോട്ടും പോയിട്ടില്ല. ഇത് സിമ്പിൾ പ്രസന്റ് ആണ് മനസ്സിലാകാൻ പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. യൂഷ്വലി, ഓൾവേസ്, ഒക്കേഷണലി, ഫ്രീക്വന്റ്ലി, സംടൈംസ്, എവരി ഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ, ടൈസ് എ വീക്ക്, ടൈസ് എ മന്ത്, ടൈസ് എ ഇയർ എന്നിവ എക്സെട്ര ഏതെങ്കിലും ഒരു ടൈം വേർഡ്സ് ഒരു വാക്യത്തിൽ വരികയാണെങ്കിൽ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ടൈം വേർഡ്സ് ഒരു വാക്യത്തിൽ വരികയാണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. ഏതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്? നോക്കൂ, I എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. നമ്മൾ പറഞ്ഞു I എന്ന് പറയുന്നത് പ്ലൂറൽ വിഭാഗത്തിൽ വരുത്തുന്നു. അങ്ങനെയാകുമ്പോൾ വെർബിന്റെ എത്രാമത്തെ രൂപമാണ് എഴുതാൻ പറ്റൂ? V1 അഥവാ ഡു ഫോം എന്ന് പറയുന്ന ഗോ യിലേക്കാണ് പോവേണ്ടത്. അതായത് ഐന്റെ കൂടെ, വിന്റെ കൂടെ, യുവിന്റെ കൂടെ, ദേന്റെ കൂടെ, ഇനി ഒരു സബ്ജക്റ്റിന്റെ കൂടെ ഏതാണ് ചേർക്കേണ്ടത്? വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ് ചേർക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഗോസ് എന്നുള്ളത് എഡിറ്റ് ചെയ്യുമ്പോൾ ഗോ എന്നാണ് വരിക. ആൻസർ, I usually go to school by car. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. The simple present tense is used to express habitual, permanent or repeated action. അതായത് I usually go to school by car എന്നാണ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ പരിശോധിക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ മറ്റൊരു എക്സാമ്പിൾ പരിശോധിക്കാം. ഉണ്ണി seldom dash live underline bracket ഇടുക. live bracket ഉണ്ണി seldom live here. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഏത് ടെൻസ് ആണ്? ഒരു സംശയവുമില്ല, നമുക്ക് പറയാൻ പറ്റും ഇത് ഏതാണെന്ന്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന്. seldom എന്ന് പറയുന്ന ടൈം വേർഡ്സ് വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് പറയാം എന്താണ് ഇത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഉണ്ണി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വെർബും സിംഗുലർ ആവണം. വെർബിനെ സിംഗുലർ ആക്കാൻ വെർബിന്റെ കൂടെ എസ്, ഇഎസ്, ഐഎസ് എന്നിവ ഉചിതമായി ചേർക്കുമ്പോൾ, എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ വരിക? ലിസ് എന്നാണ് വരിക. നമുക്കിനി മറ്റൊരു എക്സാമ്പിൾ പരിശോധിക്കാം. സ്മിത. ഇവിടെ ശ്രദ്ധിക്കുക, സ്മിത never eat അണ്ടർലൈൻ ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്ക് ഇങ്ങനെയും അണ്ടർലൈൻ ചെയ്തോട്ട് വരും. ശ്രദ്ധിക്കാം, ബ്രേക്ക്ഫാസ്റ്റ്. സ്മിത never eat breakfast. ഇവിടെ സബ്ജക്റ്റ് സ്മിതയാണ്. ഏതാ ടെൻസ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. എങ്ങനെ മനസ്സിലായി? ഒന്നുകൂടി പറയാം. usually, always, occasionally, often, sometimes, every day, every week, daily, every month, every year, twice a week, seldom. ഇങ്ങനെയുള്ള ടൈം വേർഡ്സ് കണ്ടാൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നോക്കുമ്പോൾ സ്മിത എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സ്മിത സിംഗുലർ ആകുമ്പോൾ എന്താണ്? വെർബും സിംഗുലർ ആവണം. വെർബിനെ സിംഗുലർ ആക്കുക എന്ന് പറഞ്ഞാൽ വെർബിന്റെ കൂടെ എസ്ഒ, ഇഎസ്ഒ, ഐഎസ്ഒ ചേർക്കുക. അതായത് അത് ഡസ് ഫോമിൽ വരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈറ്റ്സ് എന്നാവും. അപ്പം ശ്രദ്ധിക്കുക, സ്മിത never eats breakfast എന്നായിരിക്കും. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി പരിശോധിക്കാം. We often meets him. meets ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. എങ്ങനെ മനസ്സിലായി? ഓഫൺ എന്ന് പറയുന്ന ടൈം വേർഡ്സ് വന്നതുകൊണ്ട് നമുക്ക് പറയാം ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. പക്ഷേ തന്നിരിക്കുന്ന സെന്റൻസ് റോങ് ആണ്. കാരണം സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ ഞങ്ങൾ എന്നർത്ഥം വരുന്ന, നാം എന്നർത്ഥം വരുന്ന വി വരുമ്പോൾ വെർബ് എന്താവണം? ഡു ഫോം ആയിരിക്കണം, അല്ലെങ്കിൽ പ്ലൂറൽ ആയിരിക്കണം എന്ന് പറഞ്ഞ വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ് ചേർക്കേണ്ടത്. വെർബിന്റെ എത്രാമത്തെ രൂപമാണ് ചേർക്കേണ്ടത്? ഒന്നാമത്തെ രൂപമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? We often meet him എന്നായിരിക്കും. We often meet him. ഇവിടെ does ആണ് വന്നിരിക്കുന്നത്. meet plus does ആണ് വന്നിരിക്കുന്നത്. അത് എങ്ങോട്ട് മാറ്റണം? ഡു ഫോമിലോട്ട്. വെർബിന്റെ
നമുക്ക് ചർച്ച ചെയ്യേണ്ടത് വി ഓഫൺ മീറ്റ് ഹിം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു, വാക്യം നെഗറ്റീവ് ആക്കുമ്പോൾ ഡു ഡസ് നേരിട്ട് ചേർക്കണം. വാക്യം നെഗറ്റീവ് ആക്കുമ്പോൾ മാത്രമേ ഡു ഡസ് നേരിട്ട് ചേർക്കേണ്ടതുള്ളൂ. ക്വസ്റ്റ്യൻ ടാഗിലും നമ്മൾ എന്ത് ചെയ്യാണ്, ഓക്സിലറി വെർബ് ഉപയോഗിച്ചാണ് ചെയ്തു പോരുന്നത്. അപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസ് വാക്യം നെഗറ്റീവ് ആക്കുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞാണ് ഹി പ്ലേസ് എന്ന് പറയുമ്പോൾ ഹി ഡസന്റ് പ്ലേ എന്നാണ് എഴുതുക. അപ്പോൾ തന്നെ ഐ ലൈക്ക് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആക്കുമ്പോൾ ഐ ഡോണ്ട് ലൈക്ക് എന്നാണ് പറയേണ്ടത്. ചോദ്യം ചോദിക്കുമ്പോൾ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഡസ് ആദ്യം വെക്കുക, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഡു ആദ്യം വെക്കുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, ഞാനിവിടെ സിമ്പിൾ പ്രസന്റിനെ കുറിച്ചുള്ള ഒരു ചുരുക്ക വിവരണമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടാമത്തെ ടെൻസ് കൈകാര്യം ചെയ്യുന്നതാണ്. താങ്ക് യു സ്റ്റുഡൻസ്.